118 പേർ 9 ഭാഷകളിലായി ബൈബിൾ പകർത്തിയെഴുതുന്നു. ചേറ്റുപുഴ കർമ്മലമാത ഇടവകയിലാണ് വ്യത്യസ്തമായ ബൈബിൾ പകർത്തിയെഴുത്ത് നടക്കുന്നത്. ഇടവകയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 പേർ ബൈബിൾ പകർത്തിയെഴുതുവാൻ ഉദ്ദേശിച്ചായിരുന്നു തുടക്കം. എന്നാൽ കൂടുതൽ പേർ താൽപ്പര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നുവെന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുച്ചേരിയിൽ പറഞ്ഞു. ആദ്യം ഞങ്ങൾ 25 പേര് 25 വർഷത്തോടനുബന്ധിച്ച് ബൈബിൾ എഴുതുവാൻ തീരുമാനമെടുത്തപ്പോൾ മറ്റനേകം ആളുകൾ ഞങ്ങൾക്കും എഴുതുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ 118 പേര് വിവിധങ്ങളായ ഭാഷകളിൽ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുക. ഏതാനും ആളുകളെല്ലാം അത് പൂർത്തിയാക്കി. മറ്റുള്ളവർ മെയ് മാസം 1-ാം തീയതിയോടുകൂടി അത് പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹിക്കുക. ഇടവക രൂപം കൊണ്ട് 25 വർഷം തികയുന്ന അവസരത്തിൽ ഇടവക ജനം തമ്മിലുള്ള അടുപ്പവും സ്നേഹവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് എന്ന് സിൽവർ ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ PV ആൻഡോ പറഞ്ഞു. ചേറ്റുപുഴ ദേവാലയത്തെ 25 വർഷ ജൂബിലിയോടനുബന്ധിച്ച് ഐക്യത്തിലും സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്താൻ ഈ ഇടവക കൈക്കൊണ്ട ഒരു മാർഗമായിട്ടാണ് ബൈബിൾ പകർത്തിയെഴുത്ത്. ഈ ജൂബിലി വർഷത്തിൽ ഇടവക ജനം ഒന്നായി നിൽക്കാൻ ഈ ഇടവക എടുത്ത ആദ്യത്തെ പ്രവർത്തനമാണ്, ജൂബിലി പ്രവർത്തനമാണ് ബൈബിൾ പകർത്തിയെഴുത്ത്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കൂടുതൽ പേരും ബൈബിൾ പകർത്തിയെഴുതുന്നത്. എന്നാൽ തമിഴ്, കന്നഡ, ഹിന്ദി, സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നിങ്ങനെയുള്ള ഭാഷകളിലും വിവിധ വ്യക്തികൾ ബൈബിൾ പകർത്തിയെഴുതുന്നുണ്ട്. പലരും ഇതിനോടകം തന്നെ എഴുതി പൂർത്തിയായതായും കൺവീനർ ആശ ജോർജ് പറഞ്ഞു. പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെ നിറവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ അവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു കേൾക്കുവാൻ സാധിച്ചത്. ഈ ബൈബിൾ എഴുതുന്നത് ഓരോരുത്തരും ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്ത് വളരെ പേർ ഇതിനോടകം തന്നെ 35ഓളം പേരോളം ബൈൻഡ് ചെയ്യുകയും അത് സമർപ്പണത്തിന് യോഗ്യമാം വിധത്തിലാക്കുകയും ചെയ്തു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. മെയ് 1 നടക്കുന്ന ദേവാലയ പുനർകൂദാശ ചടങ്ങിൽ പകർത്തിയെഴുതിയ 118 ബൈബിളുകൾ അൾത്താരയിൽ സമർപ്പിക്കും. ATK ന്യൂസ്, ചേറ്റുപുഴ.